ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും ഷാലോം TV ശുശ്രൂഷകളുടെയൊക്കെ ചീഫ് പേട്രനുമായ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് പിതാവാണ്. കത്തോലിക്ക ബാവയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രത്യേകമായ ഒരു സമയത്താണ് നമ്മൾ പിതാവിനോടൊപ്പം ആയിരിക്കുന്നത്. കത്തോലിക്ക ബാവയുടെ ബത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആദ്യമേ തന്നെ ഈ രജത ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും പിതാവിന് സ്നേഹത്തോടെ ആശംസിക്കും. പൗരോഹിത്യ ജീവിതം 40 വർഷവും ഈ ബത്ര അഭിഷേകം കഴിഞ്ഞിട്ട് ആ ഒരു ജീവിതം 25 വർഷത്തിലെത്തി രജത ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പൊ ഈ ശ്രേഷ്ഠ പൗരോഹിത്യത്തിന്റെ ഈ ശുശ്രൂഷ ജീവിതങ്ങളിലെ ഏറ്റവും മനസ്സിൽ വരുന്ന ചില ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ 1976 തിരുവല്ല രൂപതയ്ക്ക് വേണ്ടി വൈദികനാകാൻ ആഗ്രഹിച്ച് തിരുവല്ല ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരിയിലെ പ്രവേശനം ലഭിച്ച് അവിടെ ചേർന്നയാളാണ്. ജീവിതത്തിൽ പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ടിപ്പോൾ നോക്കുമ്പോൾ നന്ദി പറയാനും സന്തോഷിക്കാനും ദൈവമേ നീ എന്നെ ഓർത്തുവല്ലോ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാനും അനേക അവസരങ്ങൾ ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതമായി ഞാനിതിനെ കാണുന്നു. മാർ ഇവാനിയോസ് തിരുമേനി ധന്യൻ പിതാവ് ജീവിച്ച ഒരു ഭവനത്തിൻ്റെ മുറ്റത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഒരു ദൈവനിയോഗമായി തന്നെ കാണുന്നു. ഈ ജീവിതത്തിലെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ഒരു ഘട്ടം പറയാൻ കഴിയുന്നത്, പൗരോഹിത്യ സ്വീകരണത്തെക്കുറിച്ച് പേപ്പൽ സെമിനാരിയിലെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതൊക്കെ ലളിതമായി നടത്തണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ലളിതമായി നടത്തുന്നതിനാണ് ഏതായാലും തീരുമാനമായതും നടപ്പിലായതും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. പൗരോഹിത്യത്തിൻ്റെ 25 വർഷം പൂർത്തിയാകുമ്പോൾ 25 കുടുംബങ്ങൾക്കെങ്കിലും ഒരു വീട് നിർമ്മിച്ച് നൽകണം. ഒരു വലിയ ആഗ്രഹമായിരുന്നു. 86 എൻ്റെ വൈദിക പട്ടം. 2011 ജൂബിലി വർഷമാണ്. ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ ജൂബിലി ആഘോഷിക്കണമെന്നൊക്കെയുള്ള വലിയ നിർബന്ധമൊക്കെ ഉണ്ടായപ്പോൾ ആഘോഷം നമുക്ക് ഈ 25 കുടുംബങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാം എന്ന ഒരു വിശുദ്ധ കുർബാന ഒരുമിച്ച് ചൊല്ലി അതോടുകൂടി ഞങ്ങൾ ആ പരിപാടികൾ അങ്ങനെ ആ തലത്തിലേത് അവസാനിപ്പിക്കുകയായിരുന്നു. 25 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിച്ച് എൻ്റെ സ്നേഹിതരോടും കുടുംബാംഗങ്ങളോടും ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള യൂറോപ്പിലെയൊക്കെ ഇടവകളിലുമൊക്കെ ആ ബന്ധമുള്ളവരൊക്കെ നൽകിയ സാമ്പത്തിക സഹായം അനുസരിച്ചൊക്കെ 25 കുടുംബങ്ങൾക്ക് വീട് ആരംഭിച്ചു. 36 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. വലിയൊരു സംതൃപ്തിയുടെ നിമിഷമായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാർ എന്നോട് പറഞ്ഞു, ആ പദ്ധതി അങ്ങനെ നിർത്തണ്ട, അത് തുടരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 40-ാം വർഷത്തിൽ ഇന്ന് എത്തിയിരിക്കുമ്പോൾ കൃത്യം 40 വർഷമാകുന്നു. 2332 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നൽകുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അതിൻ്റെ അർത്ഥം അവർക്കെല്ലാം ഒരു വീടിനാവശ്യമായ മുഴുവൻ തുക കൊടുത്തു എന്നല്ല. അവരെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ വലിയൊരു നമ്പറാണ് തീർച്ചയായിട്ടും. അപ്പം അത് ഒരു വലിയ സംതൃപ്തിയുടെ എനിക്കതൊരു ഇപ്പോഴും പള്ളി കുദാശ ചെയ്യുന്നത് പോലെയും ഒരു പ്രത്യേക അഭിഷേക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് പോലെയുമുള്ള ഒരു ആത്മാവിൻ്റെ അനുഭവമാണ്. ഓരോ വീടും അവരെ കയറി താമസിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം. പുനരേക്ക ശതാബ്ദിയോടുകൂടി മേജർ അതിരൂപതയിലെ ഭവനമില്ലാത്തവരായി ആരും അവശേഷിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി. ഇനി ഏതാണ്ട് 180ഓളം കുടുംബങ്ങൾക്ക് കൂടി വീട് കൊടുത്താൽ നമ്മുടെ കണക്കനുസരിച്ച്, ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് പൂർത്തിയാകും. മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ ഒരു ഘട്ടത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന നെടുവീർപ്പുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് രൂപപ്പെട്ട് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് എല്ലാം ദൈവം നടത്തിക്കൊള്ളും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങിയ ഒരു സഭാ ജീവിതക്രമത്തിൽ
ഈ സഭയുടെ അധ്യക്ഷനെ 2012 പരിശുദ്ധനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുമേനി മാർപ്പാപ്പായുടെ ആലോചന സംഘത്തിലെ കർദിനാൾ സംഘത്തിലെ ഒരാളായി നിയമിക്കുന്നതിന് മനസ്സായി ഔദാര്യം കാട്ടി സഭാബന്ധത്തിൻ്റെ ഔന്നത്യം നൽകി എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. വ്യക്തിപരമായി തീർച്ചയായും എനിക്ക് ഉള്ള ഒരു അംഗീകാരം എനിക്ക് എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ വ്യക്തിപരമായി എനിക്ക് ലഭിച്ച ഒരു അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാൻ ശ്രമിച്ച ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മേൽ സ്വർഗം ചൊരിഞ്ഞ ഒരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. ഇറ്റ്സ് എ ഗ്ലോറിഫൈഡ് മൊമെൻ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നന്ദി ആദ്യം ഞാൻ പറയുന്നത് അതിന് പുണ്യപിതാവ് മാർ ഇവാനിയോസ് പിതാവിനോടാണ്. പാവപ്പെട്ടവർക്ക് സ്വന്തമായി മേൽവിലാസമില്ലാതെ ജീവിക്കുന്നവർക്ക് മേൽവിലാസം എഴുതി വയ്ക്കുവാൻ ഒരു വീട് എന്നത് ഈ 2332 കുടുംബങ്ങളിൽ അവരുടെ പേരുകൾ എഴുതി വയ്ക്കുമ്പോൾ ആ പേരിൽ ഞാൻ ദൈവസ്നേഹത്തിൻ്റെ ഒരു നല്ല അലിവ് കാണുന്നു. വലിയ ഓർത്തിരിക്കാൻ വലിയ സംഭവമാണ്, സന്തോഷമാണ്. പിതാവ് എക്യുമെനിസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളാണ് തീർച്ചയായും. അതുപോലെ തന്നെ സഭയുടെ പിതാവ് പലതരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഇരുന്നിട്ടുണ്ട്. സഭയ്ക്കുള്ളിലെ ഒരു ഐക്യമൊക്കെ കാത്തു സൂക്ഷിക്കാൻ എന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് പലപ്പോഴും സഭകൾ തമ്മിൽ, സഭയ്ക്കുള്ളിൽ, റീത്തുകൾ തമ്മിൽ എന്നതിനേക്കാൾ കൂടുതൽ റീത്തുകൾക്കുള്ളിൽ പോലും ഒക്കെ ധാരാളം അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. വിശ്വാസ സമൂഹം പോലും ഒന്ന് പകച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോ എന്താ പിതാവ് പറയാനുള്ള അത്തരം കാര്യം? റൈജു എന്നെ ഒരു കടലിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം. ഇതിലെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, നമുക്ക് ഇനിയും ഒരുപാട് മറ്റുള്ളവരെ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്, തിരിച്ചറിയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഭാഗ്യവശാൽ ഈ എക്യുമെനിസത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ റോമിലൊരു പഠനം, ഡോക്ടറേറ്റ് അതൊക്കെ സമ്പാദിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പുസ്തകങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു എന്നതിനേക്കാൾ അത് പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് വാട്ട് ഷുഡ് ബി ദ ഫ്യൂച്ചർ. അതൊക്കെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സൂചനകളാണ്. പക്ഷേ ഇത് ജീവിച്ച അനേകം പേരോടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ, പല സഭകളിലുള്ളവരോട് സ്ഥാപിക്കാൻ റോമിലെ എൻ്റെ പഠനകാലത്തും പിന്നീട് സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അവരെ മനസ്സിലാക്കിയത് വളരെ പരിമിതമായിട്ടാണല്ലോ എന്നോർത്തിട്ടുണ്ട്. തിരക്ക് പിടിച്ച ഒരു ട്രെയിൻ യാത്രയിൽ റോമിലെ ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു വൈദികൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു. ഇത് രാവിലെ ഒരു 6:30 മണിയാണ്. തിരിച്ച് റോമിലേക്ക് വരികയാണ്. എനിക്ക് അന്ന് ഒരു പരീക്ഷ കൊടുക്കാനുണ്ട്. തലേദിവസം ഞങ്ങൾ അവിടെ ഒരിടത്ത് ഒരു പള്ളിയിൽ പോയി താമസിച്ചിട്ട് വരികയാണ്. എൻ്റെ കൂടെയുള്ള വൈദികൻ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വൈദികനാണ്. അപ്പോൾ ഈ ട്രെയിനിലെ ചെറുപ്പക്കാരും ആളുകളൊക്കെ അടങ്ങിയ ധാരാളം പേര് അവിടെ യാത്രയാണ്. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ ആൾക്കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് ഒരു സീനാക്കണം, അല്ല നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ശീമോ നമസ്കാരം മലയാളം ഞങ്ങളുടെ സഭയിലെ വൈദികർ ഉപയോഗിക്കേണ്ട പ്രാർത്ഥന എടുത്തിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അത്ര വലിയ ആവേശത്തോടെയൊന്നും അല്ല തുടങ്ങിയത്, കൂട്ടത്തിൽ ചേർന്നതെന്നുള്ളത് സത്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഞാനിപ്പം റൈജുവിനോടോ എന്നെ കേൾക്കുന്നവരോട് ഇത് പങ്കുവെച്ചത്, ആ മനുഷ്യനെ എനിക്ക് അപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിലാണ് എനിക്കറിയാൻ സാധിച്ചു. അദ്ദേഹത്തിന് മറ്റൊന്നും തടസ്സമല്ല. അദ്ദേഹം കുരിശ് വരച്ചു, ഉറക്കെ പ്രാർത്ഥിച്ചു. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു രോഗമുള്ളതിൻ്റെ ലക്ഷണമൊന്നുമല്ല. പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ആ നിമിഷം വരെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നതിൽ നിന്ന് അല്പം കൂടി ആഴപ്പെട്ട് മനസ്സിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, നമ്മളൊരാളെ കാണാൻ വരുന്നു, അപ്പോൾ പിതാവേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിരിഞ്ഞാലോ
ജീവിതത്തിലെ പുതിയൊരു അനുഭവമായിരുന്നു പലപ്പോഴും. നമ്മൾ സാധാരണ നമ്മുടെ ഒരു കാത്തലിക് അപ്രോച്ചിൽ പ്രാർത്ഥിച്ചോളാം, എന്ന് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിച്ചോളാം, നമ്മൾ പിരിയുകയാണ്. ഇത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞാൻ പരിചയപ്പെട്ടത് മർത്തോമാ സഭയിലെ കുടുംബങ്ങളെയും അച്ഛന്മാരെയും തിരുമേനിമാരെയുമാണ്. ഒന്ന്, അതിലൊരു അതിശയോക്തിയും കാണണ്ട. എന്നെ കാണാൻ വരുന്ന ഒരു തിരുമേനി പോകുന്നതിന് മുമ്പ് ഓഫീസിലിരുന്ന് തന്നെ പറയും, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പിരിയാം പിതാവേ. അത് ചെറിയൊരു കാര്യമല്ല, പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അത് ഈ മർത്തോമാ സഭയിൽ നിന്ന് ഞാൻ കണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദശാംശം കൊടുക്കുന്നു, കാണിക്കയിടുന്നു, സ്തോത്രകാഴ്ച ഇടുന്നു. ഇത് കൊണ്ടുവന്ന് എല്ലാവരും കാണുക, മേശപ്പുറത്ത് വെച്ച് അതിന്മേൽ പ്രാർത്ഥിച്ച് അത് സ്വീകരിച്ച് കുർബാനയുടെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടെന്നതുപോലെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച ഈ CSI പള്ളിയിലും മറ്റ് പ്രോട്ടസ്റ്റന്റ് സഭകളുടെ പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ കൈക്കാരന്മാരോ കണക്കന്മാരോ ഇത് ശേഷം നമ്മളുടെ ഓഫീസിൽ ഇത് കുടഞ്ഞിട്ടിരുന്ന എണ്ണിയെടുത്ത് തീർത്ത് കണക്കെഴുതുന്ന ഒരു രീതിയാണല്ലോ നമുക്ക് പരിചയം. ഇത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഇത് കൊണ്ടുവന്നവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ അധ്വാനങ്ങളെയും അവരുടെ തലമുറകളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്നു. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ഞാൻ അത് മനസ്സിലാക്കിയത് ഇത് കണ്ടപ്പോഴാണ്. ഇപ്പോൾ CSI സഭയിലൊക്കെയുള്ള ഈ ഒരു കാര്യം ഞാൻ ആ സഭയെ അടുത്തറിയുന്നതിന് എന്നെ സഹായിച്ച ഒരു സമർപ്പണത്തിൻ്റെ പുതിയ ഒരു ഭാവമാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സഭകളെക്കുറിച്ച് പറയും, അവർ പാരമ്പര്യവാദികൾ എന്നൊക്കെ പറയും. പാരമ്പര്യം എന്താണ്? അവൻ മനുഷ്യനായി ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി തല്ലുകൊണ്ടു, അടിയേറ്റു, മരിച്ചു, നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്ത് അവനെ കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു, അവർ സന്തോഷിച്ചു. ശിഷ്യന്മാരുടെ കയ്യിൽ പിടിച്ചവർ പുതിയ ഒരു വെളിച്ചത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവരെ തീ കൊണ്ട് ശുദ്ധീകരിച്ചു. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയി. അവർ തൊട്ടവരെല്ലാം സുഖപ്പെട്ടു. സംസാരിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. പ്രവർത്തിച്ചതെല്ലാം അനുഗ്രഹമായിട്ട് മാറി. എന്ത് വ്യത്യാസം! അത്ഭുതങ്ങൾ നടക്കുകയില്ലേ? അപ്പോൾ ഈ പറയുന്ന ഒരു വിശ്വാസപരമായ ഒരു കാര്യത്തിൽ ഒരു തുടർച്ച, അതായത് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്, പാട്രിമണി എന്ന് പറയുന്നത്, അത് സംരക്ഷിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിക്കുന്നതിൻ്റെ മർമ്മം ദൈവം മനുഷ്യനായി നമ്മെ രക്ഷിക്കാൻ വന്നു എന്നുള്ളതാണ് അതിൻ്റെ മർമ്മം. ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് പാട്രിമണി. ഇത് സൂക്ഷിക്കുന്നത് പാതകമൊന്നുമല്ല, ഇത് സൂക്ഷിച്ച് കൈമാറി കൊടുക്കുന്നത് ശ്രേഷ്ഠമാണ്. മലങ്കര വിവാഹ കൂദാശയിലെ ദമ്പതികളോട് പറയുന്നൊരു ഭാഗമുണ്ട്, സത്യവിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം, അത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് അവകാശമായി നിങ്ങൾ കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് യുവർ ജനറോസിറ്റി, ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളുടെ അവകാശമാണ്. അപ്പം ഇത് ജീവിക്കുന്ന ഓർത്തഡോക്സ് യാക്കോബായ സഭകളൊക്കെ ഉണ്ട്. പാരമ്പര്യം പറയുമ്പോൾ അതാണ്. ഇതൊരു കൃപയുടെ സംരക്ഷണമല്ലേ? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് ഈ ലത്തീൻ അതിരൂപതയുടെ ഒരുപാട് പള്ളികളിൽ, ഈ കടപ്പുറത്തെ പള്ളികളിലൊക്കെ ഉള്ള കുടുംബങ്ങൾക്ക് വലിയ വിഷമസന്ധി ഉണ്ടായിട്ട് ആ ഓക്കിയിൽ വന്നപ്പോൾ അന്ന് രാവിലെ അഭിമന്യ സൂസേപ്പാക്യം പിതാവിനെ കാണാനായിട്ട് ഞാൻ പോയി. ഞങ്ങളുടെ ഒരു സമ്മാനമായിട്ട് അഭിമന്യ പിതാവിനെ ഞങ്ങൾ അന്ന് സമാഹരിച്ച 1 കോടി രൂപ പിതാവിനെ ഏൽപ്പിച്ചിട്ട് അത് അതിരൂപതയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഉപയോഗിക്കാനായിട്ട്. പിതാവ് വലിയ വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണ് അത് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ മനസ്സും ഹൃദയവും ശരീരവും എനിക്ക് അന്നും ഇന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വിഴിഞ്ഞത്ത് സിന്ധുമാതാ ഇടവകയിലെ കുറച്ച് കുടുംബങ്ങളിൽ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് സന്തോഷത്തോട് പറഞ്ഞു, പിതാവ് പോകണം, കർദിനാൾ ചെല്ലുന്നവർക്ക് സന്തോഷം, അവർക്ക് പക്ഷെ അവർ പേടിച്ചു പോകുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് ഒരു 15ഓളം വീടുകളിൽ ക്രിസ്മസ് ദിവസമാണ്, ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറി. എല്ലാം നഷ്ടപ്പെട്ടവരും ഒക്കെയാണ്. ഞാൻ ശാലോമിൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, 2, 3, 4 നിലകളുള്ള വീടുകൾ കൂദാശ ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. ഈ വിഴിഞ്ഞത്തെ ഈ കടപ്പുറത്തെ വീടുകളിൽ പോയപ്പോൾ ഞാൻ കണ്ട, എന്നെ സ്ട്രൈക്ക് ചെയ്ത, ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുള്ള ആ മുറിയിൽ, ഒരു വലിയ മുറി, ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ചെറിയ ഒരു സ്ഥലം, ബാക്കിയെല്ലാം ഈ മുറിയിലാണ്. ഈ മുറിയുടെ ഒരു പ്രധാന ഭാഗം അവർ
പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. വിശുദ്ധ വേദപുസ്തകം ജപമാല തൂക്കിയിട്ടിരിക്കുന്നു, രൂപങ്ങൾ വെച്ചിരിക്കുന്നു, അവരുടെ ഭക്താഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിരിക്കുന്നു. ആ മുറിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലം പ്രാർത്ഥനയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോഴും അതെൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ പോയ എല്ലാ വീട്ടിലും, ഒന്നൊഴിയാതെ എല്ലാ വീട്ടിലും കണ്ടൊരു കാഴ്ചയാണ്. വിശ്വാസത്തിൻ്റെ പ്രതിഫലനം എന്നല്ലാതെ ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കും? നമ്മളൊരു സമരത്തിൻ്റെ പേരിലോ ഒരു മത്സരത്തിൻ്റെ പേരിലോ ഈ കൂട്ടരെ കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ച് വല്ലതും പറയുമ്പോൾ ഇവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ ഒരു രൂപക്കൂടിനെ കുറിച്ച് പറയാതെ പോകുമ്പോൾ എനിക്ക് അവരെ മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിങ്ങനെ വെളുപ്പിനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞൊറിയിട്ട മുണ്ടെടുത്ത അമ്മച്ചിമാർ, സാരി ഉടുത്തവർ, വെള്ള ഷർട്ടൊക്കെ ഇട്ട അപ്പച്ചന്മാർ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ വലിയ നിരയായിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നതും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നതുമായ കാഴ്ച. അത് ചിലപ്പോൾ തുടങ്ങുന്ന സ്ഥലത്താണെങ്കിൽ പള്ളിയിൽ പോകുന്ന കാഴ്ചയാണ്. കുറെ അങ്ങോട്ട് കഴിഞ്ഞ് കോട്ടയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. വലിയ സംഖ്യ. സുറ മലബാർ സഭയുടെ ഇടവകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ സംഖ്യ കുടുംബങ്ങളായി ദേവാലയത്തിൽ ഇടദിവസമാണ്, ഞായറാഴ്ച വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ജീവിക്കാൻ ശ്രമിച്ച തലമുറകളുടെ പുതിയ തലമുറയാണ്. ഇത് മറന്ന് ഈ സമൂഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഡയലോഗ് ചെയ്യാൻ പറ്റൂ? അപ്പം ഇതിൻ്റെ മധ്യത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഈ മലങ്കരയുടെ ഒരു പാരമ്പര്യത്തിൽ ജീവിച്ച് ദൈവത്തെ തനതായ രീതിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ദൈവത്തോട് നീട്ടി സംഭാഷണം നടത്തുവാൻ സമയവും സ്വാതന്ത്ര്യവുമുള്ള ഒരു ആരാധന സമൂഹമായി ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ തന്നെ ജീവിക്കുമ്പോൾ മിഷനോട് തുറവി, സുവിശേഷത്തിലെ കരുണാമയനായ യേശുവിനെ നേരിൽ കണ്ടുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ, പൊതുസമൂഹത്തിൽ കെട്ടുപണിക്കാരായി നിൽക്കാൻ. ഞാൻ ഈ ചില സഭകളെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞത്, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന സഭാംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ തീഷ്ണതയ്ക്കും ആവേശത്തിനും വിലയില്ലേ? അപ്പോൾ നമ്മുടെ സഭകൾക്കുള്ളിൽ ഈ പറയുന്ന വിഭാഗീയത വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പുനർസമർപ്പണത്തിൻ്റെ ഒരു കുറവുണ്ട്. അത് നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് വീണ്ടെടുക്കുമ്പോൾ കൂടുതൽ വർദ്ധമാനമായ ക്രിസ്തീയ സ്നേഹത്തിലും ഐക്യത്തിലും ബന്ധപ്പെട്ടു പോകാൻ കഴിയും. റജു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അനൈക്യം വളരുന്നത് എപ്പോഴും നമ്മിലെ ഒരു വികാരം ഉയർന്നു നിൽക്കുമ്പോഴാണ്, ഈഗോ. റൈജുവിൻ്റെ വീട്ടിൽ എത്ര കാറുണ്ട്? 3 കാർ. എൻ്റെ വീട്ടിൽ 1 ഉള്ളൂ. അത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമില്ല, ഞാനല്ലേ പറയുന്നത്. റൈജു പറയുവാണ്, പിതാവിൻ്റെ വീട്ടിൽ എത്ര ഉണ്ട് കാറ്? 1 ഉള്ളല്ലേ, ഞങ്ങളുടെ വീട്ടിൽ 3 ഉണ്ട്. There starts the problem. നമ്മൾ പെരുപ്പിക്കുന്ന ഈഗോ, അത് അൾത്താരയുടെ മുമ്പിൽ നിന്നാലും ഈഗോ പെരുത്തു കഴിഞ്ഞാൽ പിശാചിന്റെ രൂപം ധരിക്കും. പിശാചിന് അങ്ങനെ സ്ഥലവ്യത്യാസമൊന്നുമില്ല, ഏറ്റവും നല്ല സ്ഥലത്തും കയറി പിശാച് നിൽക്കും. അപ്പം അതുകൊണ്ട് ഈ പെരുപ്പിക്കുന്ന ഈഗോ നമ്മിലുണ്ടാക്കുന്ന വ്യത്യാസം വലുതാണ്. മുൻകൂട്ടി അറിയുന്ന കർത്താവ് അതുകൊണ്ടല്ലേ പ്രാർത്ഥിച്ചത്, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാകണം. പ്രാർത്ഥിച്ചത് ഒരു വലിയ കാര്യം നടക്കാൻ വേണ്ടിയാണ്. ക്ലേശകരമായ കാര്യമാണെന്ന് കർത്താവിന് അറിയാമെങ്കിലും പ്രാർത്ഥിച്ചത്. അപ്പം ഈ സഭകൾക്കുള്ളിലുള്ള ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ ഒരു പ്രധാന മാർഗമായി ഞാൻ മുമ്പിൽ കാണുന്നത് ഓരോ സഭയെയും അടുത്തറിയുവാൻ, ദൂരെ നിന്ന് ഒരു വിമർശനാത്മകതയിൽ മാത്രം അതിനെ ഒരു കണ്ണുകൊണ്ട് കണ്ട് വിധി എഴുതാതെ അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ നടപടികളെക്കുറിച്ച് ഒന്നോർക്കാൻ. നമുക്ക് ഓരോ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് വേർപാടിൻ്റെ സഭ എന്താണെന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ പലർക്കും. അതായത് ഈ ലോകത്തോട് വേർപാട് പറഞ്ഞിരിക്കുകയാണ്. ദർ ഇസ് എ ഡിപ്പാർച്ചർ ഫ്രം ദിസ് വേൾഡ്.
കർത്താവ് പറഞ്ഞത് തന്നെ, നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല, വേർപെട്ട് നിൽക്കണം. പക്ഷെ ഈ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് ആ ആരാധിക്കുന്ന കൂട്ടരെ വിലയിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സഭകളുടെ ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ അനൈക്യം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകാൻ നമ്മൾ തുറവി കാണിക്കണം. അത് നമ്മളെ പ്രശ്ന പരിഹാരത്തിലേക്ക് ഏറെ ദൂരം കൊണ്ടെത്തിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പിതാവിന്റെ ഈ ഒരു പത്രാഭിഷേകത്തിന്റെ രജത ജൂബിലിയുടെ ആഘോഷത്തിന്റെ ഈ നാളുകളിൽ മലങ്കര കത്തോലിക്ക സഭയെക്കുറിച്ച് പിതാവിന്റെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞു. ഈ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ 96ാമത് വർഷത്തിലാണ് നമ്മൾ ഈ ശാലോമിൻ്റെ ഈ ഇൻ്റർവ്യൂ. 2030 ഈ സുവിശേഷ സമർപ്പണത്തിന് 100 വയസ്സാകും. ഭാഗ്യസ്മരണാർഹനായ മലങ്കരയുടെ സൂര്യ തേജസ് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഇറങ്ങി വന്നപ്പോൾ ദൈവം അയച്ച സഹകാരികളെല്ലാം ചേർന്ന് പിതാവിനെ ബലപ്പെടുത്തിയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. പിതാവ് താമസിച്ച ഒരു ഭവനത്തിലാണ്, അടുത്താണ്, മുറ്റത്താണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ പിതാവിൻ്റെ കബറിടമുണ്ട്. പിതാവ് തന്നെ സ്ഥാപിച്ച കത്തീഡ്രൽ ദേവാലയമാണിത്. നമ്മുടെ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിലാണ് നമ്മൾ ഈ സംഭാഷണം നടത്തുക. പിതാവ് തുടങ്ങിയ സെമിനാരി ഇവിടെയാണ്. വൈകാരികമായി വളരെ അടുപ്പമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ സംസാരിക്കുക. ഈ സഭയെക്കുറിച്ചുള്ള ഈ പിതാക്കന്മാരുടെ സ്വപ്നം ഈ പുതിയ കാലത്ത് വരുമ്പോൾ ഞാൻ ആ സ്വപ്നം നമ്മുടെ സ്വപ്നമായി വീണ്ടും പറയുന്നതാണ് എൻ്റെ ദൗത്യം. ദൈവമേ, അങ്ങയെ വിളിച്ച് ഒരുമയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഐക്യം തരണമേ. അത് ഞങ്ങളെ മലങ്കരയുടെ ആരാധന അനുസരിച്ച് ജീവിക്കുന്നവർ ആദ്യം ഒന്ന് ഐക്യപ്പെടട്ടെ. അതിനുള്ള ഒരു വരം തരണേ. ഈ 96 വർഷക്കാലം ഈ ആരാധിക്കുന്ന സമൂഹം ജീവിച്ച് ഇപ്പോൾ ശതാബ്ദിയിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു ചുമതലക്കാരനായി, സഭയുടെ പൊതു ശുശ്രൂഷയായി ഈ കാലത്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറത്തുള്ള വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ശാലോമിൻ്റെ പ്രേക്ഷകരോട് റൈജുവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഞാൻ പറയാം, നിങ്ങൾക്കറിയാത്തൊരു കാര്യം, 980 മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് കോട്ടയത്താണ്. കോട്ടയത്ത് ഇത് ആഘോഷിക്കുമ്പോൾ മലങ്കര സഭയിലെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ അന്ന് 3 ഭദ്രാസനങ്ങളേ ഉള്ളൂ. തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും ബത്തേരി ഭദ്രാസനവും. 79 രൂപം കൊണ്ട ബത്തേരി രൂപതാംഗമാണ് അന്ന് ഞാൻ മിഷണറി ആകുവാൻ അവിടെ ചേർന്നതാണ്. 1 വർഷത്തിന് ആ സമയം. അതിൻ്റെ പിറ്റേ വർഷമാണ് ഈ സുവർണ ജൂബിലി. വലിയ ആൾക്കൂട്ടമൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് അവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള നാഗമ്പടം മൈതാനിയിലാണ് ഈ വലിയ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മദർ തെരേസ അന്നത്തെ ഒരു മുഖ്യ അതിഥിയാണ്. ഈ മദർ തെരേസയെയും ഇവിടുത്തെ വിശിഷ്ട അതിഥികൾ, മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ ലഡിസ്ലാവ് കാർഡിനൽ റൂബിൻ, അതുപോലെ തന്നെ മെൽഖൈറ്റ് പാത്രിയർക്കീസ് ബാവ, സുറിയാനി കത്തോലിക്ക പാത്രിയർക്കീസ് ബാവ, ഇവരെല്ലാം സന്നിഹിതരായിരിക്കുന്ന ഒരു വേദിയിൽ മദർ തെരേസയെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അനേകരുടെ കയ്യിലൊക്കെ പിടിച്ചു നിൽക്കുന്ന അനേകരുടെ കൂട്ടത്തിൽ ഞാനും സെമിനാരിക്കാരനാണ്. ഞാൻ അന്ന് അവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കി മദർ തെരേസയെ ഒന്ന് കണ്ടു. ഞാൻ ഈ ഒരു കാഴ്ച പറയുന്നത് 80 പുനരൈക്യ സുവർണ ജൂബിലിയിൽ മദർ തെരേസയെ ഒന്ന് കാണാൻ വേദിയിൽ ഒരിക്കലും നമുക്ക് പ്രവേശനം കിട്ടത്തില്ല. ഞാനൊരു സാധാരണ സെമിനാരിക്കാരൻ. അങ്ങനെ ഒരു ക്രമീകരണം ഇല്ലല്ലോ. അത് നമ്മളെ സംഘാടകരുടെ പ്രശ്നമല്ലല്ലോ, നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് അനേകരുടെ തിരക്കിനിടയിൽ നിന്ന് ഉയരം വളരെ കൂടുതലായതിനാൽ കഷ്ടപ്പെട്ട് ഞാനത് കണ്ടത് ഓർക്കുന്നു. അത് ഓർമ്മപ്പെടുത്തുന്നത് ദൈവേഷ്ടമായാൽ 2030 സുവർണ ജൂബിലി അല്ലെങ്കിൽ ഈ സുവർണ ജൂബിലിയുടെ തുടർച്ചയായ ഈ ശതാബ്ദിയുടെ ബലിവേദിയുടെ മധ്യത്തിൽ ദൈവം അനുവദിച്ചാൽ നിൽക്കാൻ എന്നെയാണ് ദൈവം നിയോഗിച്ചതെന്ന് ഓർക്കുമ്പോൾ അവിടെയാണ് ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത കാണുന്നത്.
ഈ സഭ എങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കുന്ന ഇതുപോലത്തെ കാഴ്ചകളും ദൈവ നടത്തിപ്പിൻ്റെ അനുഭവങ്ങളും വലിയ ഒരു കൈമുതലാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിതാവേ വല്ലതും കഴിച്ചോ, വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന മിഷനുകളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക്. ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന അമ്മമാരും അപ്പച്ചന്മാരും ഉള്ള ഒരു സഭയാണ് ഞങ്ങളുടേത്. സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്ക് ബലം നൽകുന്ന ഏറെ അച്ഛന്മാരും കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന, സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്ത് ജപമാല പ്രാർത്ഥിക്കുന്ന, കുർബാനയുടെ മുമ്പിൽ കമിഴ്ന്നു കിടക്കുന്ന കുറച്ച് പാവപ്പെട്ട കന്യാസ്ത്രീകളും ഈ സഭയിൽ. അതാണ് ഈ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയും പ്രത്യാശയും തരുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയാം, എൻ്റെ ഈ മേൽപ്പെട്ട ശുശ്രൂഷയിൽ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ 42-ാമത്തെ വയസ്സിൽ മെത്രാനായി അഭിഷിക്തനായി. 48-ാമത്തെ വയസ്സിൽ ഞാൻ സഭയുടെ അധ്യക്ഷനായി. 46-ാം വയസ്സിൽ തിരുവല്ലയിലെ ആർച്ച് ബിഷപ്പായി. 53-ാമത്തെ വയസ്സിൽ കർദിനാളായി. ഇപ്പോൾ 69 വയസ്സിൽ നടക്കുന്നു. എൻ്റെ പിതാക്കന്മാർ, മൺമറഞ്ഞു പോയിട്ടുള്ള പിതാക്കന്മാർ, ഇപ്പോൾ എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്നവർ, ഞങ്ങളുടെ സഭയിലെ വിരമിച്ച പിതാക്കന്മാർ, ഇവരൊക്കെ നൽകിയിട്ടുള്ള വലിയ ഒരു ആത്മബന്ധവും കരുതലും വാക്കുകൾക്ക് അപ്പുറത്താണ്. ഒരു സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഊർജം കർത്താവ് എങ്ങനെയാണ് തരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ഊർജം ഞാൻ ഈ പറഞ്ഞവരിലൂടെ അല്ലാതെ എങ്ങനെയാണ് എനിക്ക് കിട്ടുക? ഇവരാണ് ഊർജമായി നിൽക്കുക. ബത്തേരി രൂപതയിലെ ഒരു വൈദിക പരിശീലകനായി, ഒരു സെമിനാരിയനായി തുടങ്ങിയ പിതാവ് വന്ന് കോട്ടയത്ത് വന്നു നിന്നതും മദർതെരേസയെ കാണാനും ചടങ്ങിൽ പങ്കെടുക്കാനും ഒക്കെ നിന്ന പിതാവ് അവിടെ മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പേ മുതൽ കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച് അത്രമാത്രം നന്ദിയുള്ളത് കൊണ്ടും, മലങ്കര കത്തോലിക്ക സഭ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതാണെന്നുള്ളത് കൊണ്ടുമാണ് പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നത്. പിതാവിന് ഹൃദയം വിരുമ്പുകയും ആ കണ്ണ് നിറഞ്ഞൊഴുകുകയും ചെയ്ത് ദൈവത്തോടുള്ള നന്ദിയും മലങ്കര കത്തോലിക്ക സഭയോടുള്ള സ്നേഹവും കൊണ്ടുമാണ്. പിതാവെ, തീർച്ചയായിട്ടും നമുക്ക് സമയക്കുറവുണ്ട്. ഷാലോമിന്റെ ഒരു ചീഫ് പേട്രൺ എന്ന നിലയിൽ ഷാലോം പ്രേക്ഷകരോട്, ഷാലോം കമ്മ്യൂണിറ്റിയോട് പിതാവിന് പറയാനുള്ളത് 1-2 സെന്റൻസിൽ നമുക്ക് പറഞ്ഞ അവസാനം. എനിക്കിഷ്ടപ്പെട്ട പദവും ഇഷ്ടപ്പെട്ട ശുശ്രൂഷയും ശുശ്രൂഷകരുമാണ് ഷാലോമിൻ്റേത്. ഞാൻ അതിൻ്റെ ഒരു ചീഫ് പേട്രൺ എന്ന നിലയിൽ മാത്രമല്ല, സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി കൈവപ്പ് കൊടുത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷ കൂടിയാണ്. എനിക്കതറിയാം. പ്രിയപ്പെട്ട ബെന്നിയും ശുശ്രൂഷകരും എല്ലാം അങ്ങനെയാണ്. എനിക്ക് ഷാലോമിലെ എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകരോടും ശുശ്രൂഷകരോടും ഷാലോം മഹാകുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, ദൈവം മാറ്റി നിർത്താത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് സത്യമാണോ എന്ന് സംശയിക്കുന്നതൊന്നും സത്യമായി നമ്മൾ പറയണ്ട. സത്യമാണെന്ന് ബോധ്യമുള്ളത് പറയാൻ മടിക്കേണ്ട. സഹപ്രവർത്തകരാകാം, ഭരണാധികാരികളാകാം, ദേശത്തുള്ള മറ്റുള്ളവരാകാം, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവിന് ഒരു വ്രണം കൂടി കൊടുക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ശാലോമിലൂടെ ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ, അത് എൻ്റെ ഒരു മേൽപ്പെട്ട ശുശ്രൂഷയുടെ ജൂബിലി വർഷത്തിൽ സാധിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ കാണുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രൈസ്തവ വിശ്വാസത്തെ അഭിമാനത്തോടെ കാണണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഉയർത്തിപ്പിടിക്കണം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം അനുഗ്രഹിക്കട്ടെ.